ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഈദ് മുബാരക്. ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് മെഹന്തി ഇട്ടതാണ്. സോ ഫസ്റ്റ് ഞാൻ അതിൻ്റെ വീഡിയോ കാണിക്കാം. ഗൈസ്, നാളെ ഈദാണ്. സോ നൈറ്റ് ഞാൻ മെഹന്തി ഇടാൻ പോവാണ്. കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇന്നൊരു മാരേജ് ഫംഗ്ഷന് പോയി. അത് കഴിഞ്ഞ് വന്ന് മെഹന്തി ഇടാനായിട്ട് തുടങ്ങിയപ്പോൾ എന്നെ കസിൻ വിളിച്ചു യുകെന്ന്. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന് ലേറ്റ് ആയിപ്പോയി. ഞാൻ സിമ്പിൾ ഡിസൈനാണ് ഇടുന്നത്. ആദ്യം ഞാൻ ഒരു ചെറിയ ഫ്ലവർ വരച്ചിട്ടുണ്ട്. ഞാൻ മെഹന്തി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ഇട്ട്. നല്ല ഉറക്കം വരുന്നുണ്ട് എനിക്ക്. അപ്പം ഇനി ബാക്ക് ഹാൻഡും കൂടെ ചെയ്യണം. അതും സിമ്പിളായിട്ടൊരു ഡിസൈൻ തന്നെയാണ് ചെയ്യുന്നത്. ബാക്ക് ഹാൻഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. സിമ്പിളായിട്ടൊരു ഡിസൈനാണ് കേട്ടോ ഇട്ട്. ഇനി ഇത് ഉണങ്ങിയിട്ട് വേണം കിടന്ന് ഉറങ്ങാൻ. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് പോകാൻ പോവാണ്. ബിരിയാണി ഉണ്ടാക്കണം. അപ്പോൾ പോവാം. ചിക്കൻ ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോർമൽ ചിക്കൻ ബിരിയാണി അല്ല ഞാൻ ഉണ്ടാക്കുന്നത്. ചിക്കൻ ഒന്ന് ഹാഫ് ഫ്രൈ ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. കുറച്ച് ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കി ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയുള്ളതാണ്. ഇത് ഞാൻ ബിരിയാണിക്ക് വേണ്ടി മാത്രമുള്ള ചിക്കൻ ആദ്യം എടുത്തു. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു. April 1 ആണെന്ന് പറഞ്ഞ് March 31 വിളിച്ച് April Fool ആക്കാൻ നോക്കിയതാണ്. സംഭവം അവൻ തമാശയ്ക്ക് ചെയ്തതാണെങ്കിലും ഞാൻ സീരിയസ് ആയിട്ട് എടുത്തു. പാവം, അവന് ഡേറ്റ് മാറിപ്പോയതാ. ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതെടുത്തിട്ട് ബാക്കി ചിക്കൻ ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയാണ് ശരിക്കും ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി. മസാല ഓൾമോസ്റ്റ് റെഡി ആയപ്പോൾ ഇതിലേക്ക് ഇനി ചിക്കൻ ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ, ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കനും കൂടെ ആഡ് ചെയ്യാം. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊന്നും അല്ലല്ലോ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എല്ലാ ഫുഡ് ഐറ്റംസും ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി വെറൈറ്റി ആയിട്ടേ ചെയ്യാറുള്ളൂ. ടേസ്റ്റ് വലിയ കുഴപ്പമില്ല. എല്ലാവരും ഒരുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ബോറല്ലേ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മൾ ഹാഫ് ഫ്രൈ ചെയ്ത ചിക്കൻ ആയതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. റൈസ് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ മേലെ കുറച്ച് ഗീയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു കാര്യം കാണിച്ചിട്ടാം ഗൈസ്. ഇതിൻ്റെ പുറത്തിടാൻ വെച്ചിരുന്ന ഫ്രൈഡ് ഒനിയൻ ചെറുതായിട്ട് കരിഞ്ഞു പോയി. എൻ്റെ ഫ്രണ്ട് വിളിക്കുന്ന സമയത്തെ ചെറുതായിട്ട് ഒന്ന് ഡിസ്ട്രാക്റ്റ് ആയിപ്പോയി. ഭാഗ്യത്തിന് എൻ്റെ ബിരിയാണിക്കൊന്നും പറ്റിയില്ല. നന്നായിട്ടുണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും എല്ലാം റെഡി ആയിട്ടുണ്ട്. വാഴയിലയിലാണ് ബിരിയാണി കഴിക്കുന്നത്. വലിയ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണിക്ക്. എന്നാലും ഞാൻ ഉദ്ദേശിച്ച അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഈദ് സെലിബ്രേഷൻ. അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.